ഈ ഡെവോപ്സ് എന്താണ് എന്ന് സാർ ഒന്ന് സൂചിപ്പിക്കാം. നമുക്കറിയാം, ഒരു IT കമ്പനിയിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും. സാധാരണ ഒരു ഡെവലപ്മെന്റ് ഡിവിഷനിൽ ആ ടീം ആയിരിക്കും അവർ ചെയ്യുക. അതിനുശേഷം ഇത് ഡിപ്ലോയ് ചെയ്യാൻ വേറെ ഒരു ടീം ഉണ്ടാവും, ഒരു ഓപ്പറേഷൻ ടീം ഉണ്ടാവും. നേരത്തെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഡിപ്ലോയ്മെന്റ് ടീമിലേക്ക് കൊടുക്കും, അവർ ഡിപ്ലോയ് ചെയ്യും. ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ട് റിയൽ ടൈമിൽ തന്നെ ഡെവലപ്മെന്റ് നടക്കും, ഓപ്പറേഷൻ സൈഡിലുള്ള ഡിപ്ലോയ്മെന്റും നടക്കും. അപ്പൊ അതിനാണ് ഡെവോപ്സ് എന്ന് പറയുക. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഒരു ഡൗൺ ടൈം ഒരിക്കലും ഈ ആപ്ലിക്കേഷൻ ഉണ്ടാകത്തില്ല. അപ്പൊ അതാണ് ഇന്ന് കൂടുതൽ എമർജ് ചെയ്യുന്ന ഒരു ഏരിയ. പിള്ളേർ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇതെന്ത് കോഴ്സാണ് എന്നൊക്കെ അറിയാനായിട്ട്, അങ്ങനെ ഒരു ധാരണ കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? 7 days നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട്. അതിനകത്ത് 7 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറേ ഉള്ളൂ ഒരു ലൈവ് ആയിട്ടുള്ള സെഷൻസ് ഉണ്ടാവുള്ളൂ. ബാക്കി അവർക്ക് കുറെ കണ്ടന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മൾ നടത്താറുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നടത്തുന്ന പ്രോഗ്രാമിനകത്ത് 2 ദിവസം, ആദ്യത്തെ 2 ദിവസം ഫ്രീ ആണ്, അവർക്ക് പേയ്മെന്റ് ഒന്നും വേണ്ട. അപ്പം ഈ സ്റ്റുഡൻസിന് ഒരു അവയർനെസ് കിട്ടും എന്താണ് ഈ ക്ലൗഡ് ഡെവോപ്സ് എന്നുള്ളത്, അല്ലെ ഓട്ടോമേഷൻ എന്താണെന്ന്. സ്റ്റുഡൻസിന് മാത്രമല്ല, ഫാക്കൽറ്റി മെമ്പേഴ്സിനും അതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട് സാധാരണഗതിയിൽ. അതുപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിന് അവർക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം ഇന്ന് ക്ലൗഡ് എന്താണ്, അല്ലെ ഓട്ടോമേഷൻ എന്താണ്, അല്ലെ ഡെവോപ്സ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് ഇങ്ങനെയുള്ള മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് അവരെ ഹെൽപ്പ് ചെയ്യും.